ഉച്ചക്കലേക്ക് ലഞ്ചിന് വേണ്ടി ആദ്യം ഞാൻ ഉണക്കമീൻ കുറച്ച് വെള്ളത്തിലിട്ട് വയ്ക്കുക. കുറച്ചില്ല, ആകെ രണ്ടെണ്ണം ഉണ്ടായുള്ളൂ കേട്ടോ. അതെടുത്ത് ഞാൻ വെള്ളത്തിലിട്ട് വെച്ചതാണ്. മോന് വേണ്ടിയാണ് ഞാൻ ആ 2 ഉണക്കമീൻ വെള്ളത്തിലിട്ട് വെച്ചത് കേട്ടോ. അപ്പോൾ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ വീഡിയോ നമുക്ക് ലഞ്ചിൻ്റെ വിശേഷങ്ങളാണ് കേട്ടോ. അപ്പോൾ അതിന് മുമ്പായിട്ട് ഞാൻ വിചാരിച്ചു രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞപ്പോൾ ഒന്ന് അടുക്കളയൊക്കെ ഒന്ന് ക്ലീൻ ആക്കണം. കുറച്ചായിട്ടോ ഞാൻ അടുക്കളയൊക്കെ ക്ലീൻ ആക്കിയിട്ട്. അപ്പോൾ ആഴ്ചയിൽ ഒരിക്കലൊക്കെ ഒന്ന് എല്ലാം തുടച്ച് വൃത്തിയാക്കി വെക്കുന്നതാണ്. ഇപ്പോൾ ഈ കഴിഞ്ഞ ആഴ്ച എനിക്കൊന്നും ഞാൻ ചെയ്തിട്ടില്ല അങ്ങനെ. അപ്പോൾ ആകെ എനിക്ക് നോക്കുമ്പോൾ അവിടെയൊക്കെ പൊടിയിരിക്കണ പോലെയും അതുപോലെ ഈ റാക്കുകളിലൊക്കെ ചപ്പാത്തി നമ്മൾ കുഴയ്ക്കുമ്പോഴും ഉണ്ടാക്കുമ്പോഴും ഒക്കെ ഇങ്ങനെ അതിൻ്റെ പൊടിയൊക്കെ ആയിട്ട് ആകെ പൊടി പിടിച്ച പോലെ ഇരിക്കുകയായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് ക്ലീനാക്കി വെച്ച് എല്ലാം കഴിഞ്ഞപ്പോഴാണ് ഒരു സമാധാനമായത്. കുറച്ച് ദിവസമായി അത് ക്ലീൻ ആക്കണം എന്ന് വിചാരിച്ചിരുന്നിട്ട്, പക്ഷേ ഒരു ദിവസം കൂടെ തോന്നിക്കഴിഞ്ഞാൽ നമ്മളതൊക്കെ ചെയ്യുള്ളൂ. നമ്മളല്ല, ഞാൻ കേട്ടോ. അപ്പോൾ എന്തായാലും ആദ്യം ഞാൻ അരിക്ക് ഉള്ള വെള്ളം വെച്ചു. അതിന് ശേഷം പിന്നെ ബാക്കി പച്ചക്കറി കാര്യങ്ങളൊക്കെ പുറത്ത് വെച്ച് റെഡിയാക്കാമെന്ന് വിചാരിച്ചു. ഇത് ഞാൻ കൊള്ളിക്കിഴങ്ങ് തലേദിവസം ക്ലീൻ ആക്കിയിട്ട് അതൊന്ന് വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. തലേദിവസം ഞാൻ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടുള്ള ഒരു പുളക്കിഴങ്ങ് വെച്ചിട്ടുള്ള വിഭവം ഇന്നാണ് ഉണ്ടാക്കിയത്. പിന്നെ പരിപ്പും ഉപ്പൊക്കെ ഒന്ന് പൊട്ടിച്ചിടാനുണ്ടായിരുന്നു. ഞാൻ സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട് ഒന്നും അതത് കണ്ടെയ്നറിലേക്ക് ആക്കി വെച്ചിട്ടൊന്നുമില്ല. എല്ലാം അങ്ങനെ തന്നെ വെച്ചേക്കണം. ഇനിയൊരു ദിവസം വേണം അതൊക്കെ റെഡിയാക്കി എടുക്കാൻ. അപ്പോൾ ആദ്യം ഞാൻ ആ കൊള്ളിക്കിഴങ്ങ് ഒന്നും കൂടി ഒന്ന് ചൂടാക്കി ഒന്നും കൂടി വേവാനുണ്ട്. അപ്പോൾ ഒത്തിരി വെള്ളം ഒഴിച്ചൊന്ന് വേവിക്കാൻ വെച്ചേക്കാണ്. കൂടെ തന്നെ സാമ്പാറിനുള്ള പരിപ്പ്, അതുപോലെ തന്നെ അതിലേക്ക് ഒരു സവാളയും അതുപോലെ 2 തക്കാളിയും അരിഞ്ഞ് ചേർത്ത് അതും കൂടി ഞാൻ അടുപ്പത്തേക്ക് വെക്കാൻ കേട്ടോ. അപ്പോൾ 2 വിസിൽ വരണം ഈ ഒരു പരിപ്പിന് വേവാനായിട്ട്. അപ്പോൾ ഞാനത് കാരണം പച്ചക്കറി അതിൻ്റെ കൂടെ ഇട്ട് വേവിക്കണില്ല. വിസിലൊക്കെ വന്ന് നമുക്ക് സ്റ്റീമൊക്കെ കളഞ്ഞ ശേഷം പിന്നെയാണ് പച്ചക്കറിയൊക്കെ ഇട്ട് കൊടുക്കുന്നത്. അതിൻ്റെ ഇടയിൽ കൂടെ അരിക്ക് വെച്ചിട്ടുണ്ടായ വെള്ളമൊക്കെ തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്. വേഗം തന്നെ അത് കഴുകിയിട്ടു. ഞാനിത് നന്നായി തിളച്ച് കഴിഞ്ഞാൽ അത് തീ ഓഫ് ചെയ്തിട്ട് അടച്ചു വയ്ക്കുക ചെയ്യുക. അല്ലാതെ ഇപ്പോൾ തെർമൽ കുക്കറിൽ അങ്ങനെ ഇറക്കി വെക്കേണ്ട അത്ര അധികം സമയം വെക്കേണ്ട ആവശ്യമില്ല. പിന്നെ ഈ കൊള്ളിക്കിഴങ്ങുണ്ടല്ലോ അതിൻ്റെ കൂടെ ഇട്ട് വെക്കാനാണ് കേട്ടോ ഈ ഒരു താള്. ഇതിപ്പോൾ അമ്മയൊക്കെ നാട്ടിൽ പോയിട്ടുണ്ടായിരുന്നു, അപ്പോൾ കൊണ്ടുവന്നതാണ്. ആ താളും പുളക്കിഴങ്ങും കൂടി വെച്ചാൽ നല്ല ടേസ്റ്റാണെന്ന് പറഞ്ഞു അമ്മ. അപ്പോൾ അങ്ങനെ വെക്കാമെന്ന് വിചാരിച്ച് താളിതാ നന്നായി കഴുകി വൃത്തിയാക്കി അരിഞ്ഞെടുത്ത് പുളക്കിഴങ്ങ് നന്നായി വെന്തുണ്ട് അതിൻ്റെ കൂടെ ഇട്ട് ഒന്ന് വേവിക്കണം. കൂടാതെ ഉപ്പും ഓൾറെഡി പുളക്കിഴങ്ങിൽ ഞാൻ ഉപ്പിട്ട് വേവിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ വീണ്ടും കുറച്ചും കൂടി ഉപ്പിട്ടു. ഇനി കുറച്ച് പച്ചമുളകും കുറച്ച് വെളുത്തുള്ളിയും ഒക്കെ ചേർത്തൊന്ന് നന്നായി വെന്ത് വരട്ടെ. ആ സമയം കൊണ്ട് സാമ്പാറിലേക്കുള്ള ബാക്കി വെജിറ്റബിൾസൊക്കെ ഒന്ന് കട്ട് ചെയ്ത് റെഡിയാക്കി വെക്കാമെന്ന് വിചാരിച്ചു. ഞാൻ ആകെ ഉരുളക്കിഴങ്ങും പിന്നെ കുറച്ച് വെള്ളരിക്ക, മത്തങ്ങ, പിന്നെ വെണ്ടക്കായ, ഇത്രയാണ് കേട്ടോ സാമ്പാറിലേക്ക് ചേർക്കുന്നത്. പിന്നെ ഞാൻ ഈ പൂളക്കിഴങ്ങ് ഉണ്ടല്ലോ അതിലേക്ക് ഞാൻ കുറച്ച് പെപ്പർ പൗഡർ ചേർക്കുന്നുണ്ട്. പെപ്പർ പൗഡർ ചേർത്ത് നല്ല ടേസ്റ്റ് ഉണ്ടാവും എന്ന് പറഞ്ഞു. എന്നിട്ട് ഇനി ഒന്നും കൂടി ഒന്ന് നന്നായിട്ടൊന്ന് വെന്ത് ഉടഞ്ഞ് വരട്ടെ. എന്നിട്ട് പിന്നെ ഞാൻ ഈ സാമ്പാർ വെക്കുന്നുണ്ടല്ലോ നാളികേരം അരയ്ക്കാണ്ടാണ് കേട്ടോ, സാമ്പാർ പൊടി ചേർത്തിട്ട് വെക്കണേ. അപ്പോൾ പരിപ്പൊക്കെ നന്നായി വെന്ത് വന്നിട്ടുണ്ട്. സ്റ്റീമൊക്കെ പോയ ശേഷം തുറന്നിട്ടാണ് പച്ചക്കറിയൊക്കെ ചേർത്ത് അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് ഉപ്പും കുറച്ച് മല്ലിപ്പൊടിയും അതുപോലെ തന്നെ ഉപ്പും ചേർത്തിട്ട് ഒന്നും കൂടി അടുപ്പത്ത് വെച്ച് ഒന്ന് തിളപ്പിച്ച ശേഷം കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു. തിളപ്പിച്ച ശേഷം അതിലേക്ക് കഷ്ണങ്ങൾ അരിഞ്ഞത് ചേർക്കുകയാണ് ചെയ്യുന്നത്. അപ്പോഴേക്കും നമ്മളുടെ കൊള്ളിക്കിഴങ്ങും താളൊക്കെ നന്നായി വെന്ത് റെഡി ആയിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് പച്ച വെളിച്ചെണ്ണയും കറിവേപ്പിലയും ചേർത്ത് നന്നായി ഒന്ന് ഇളക്കി അടച്ചു വെച്ച് മാറ്റി വെച്ചു. പിന്നെ ബാക്കി കുറച്ച് പാത്രങ്ങളൊക്കെ കഴുകാനുണ്ടായി, അവിടെ ക്ലീൻ ആക്കാനുണ്ടായി. അതൊക്കെ ചെയ്ത ശേഷം പിന്നെ സാമ്പാറിലേക്ക് ബാക്കി കഷ്ണങ്ങളും വെണ്ടക്കായൊക്കെ ചേർത്ത് ഒന്ന് നന്നായിട്ട് തിളയ്ക്കണ വരെ വെയിറ്റ് ചെയ്യാം. ആ സമയം ഉപ്പേരിക്ക് ഞാനിവിടെ കോവയ്ക്ക് കുറച്ചിരിക്കുന്നുണ്ടായിരുന്നു. അത് അരിഞ്ഞെടുത്തിട്ട് വെറുതെ കടുകും പച്ചമുളകും ചേർത്ത് അങ്ങനെ ഉണ്ടോ ഞാൻ ഈ ഒരു ഉപ്പേരി ഉണ്ടാക്കുന്നത്. മറ്റേ സവാള അതൊന്നും ചേർക്കണില്ല. ഉപ്പൊക്കെ ചേർത്ത് റെഡിയാക്കിയെടുത്തു. ഇത്തിരി വെളിച്ചെണ്ണ കൂടിപ്പോയി, നന്നായി ഇങ്ങനെ മൊരിച്ചെടുത്തു. അത് കാരണം അപ്പോഴേക്കും ചോറൊക്കെ വെന്തു. അത് വേഗം വാർത്ത് വെച്ചു. ഇനി പുളി ചേർക്കണം സാമ്പാറിലേക്ക്. അപ്പോൾ ഞാൻ ഈ ഇതുണ്ടല്ലോ കോവയ്ക്ക അത് 3-4 മാറ്റി വെച്ചു. എൻ്റെ മോൾക്ക് അത് പച്ചയ്ക്ക് കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ അതിന് ഒരു 3-4 അവൾക്ക് വേണ്ടി മാറ്റി വെച്ചിട്ടുണ്ട്. വന്ന വഴി ഞാൻ ഊണൊക്കെ കഴിഞ്ഞിട്ട് അത് കൊടുത്തപ്പോൾ ഭയങ്കര ഇഷ്ടമായിട്ടോ. അത് 4 കഴിച്ചു ആൾ ഇരുന്ന്. പച്ചക്കറി ചില പച്ചക്കറികളൊക്കെ ആൾ പച്ചയ്ക്ക് അങ്ങനെ കഴിച്ചോളും. അപ്പോൾ കോവയ്ക്ക ഉപ്പേരി അല്ലെങ്കിൽ മെഴുക്ക് പുരട്ടി ഉപ്പേരി തമ്മിൽ ശരിക്കും എന്തോ വളരെയധികം ഡിഫറൻസ് ഉണ്ട് കേട്ടോ. പക്ഷെ ഞാനെന്നും ഈ രണ്ടും ഒന്നെന്ന രീതിയിലാണ് പറയാറ്. അപ്പോൾ സാമ്പാർ എന്തായാലും റെഡി ആയിട്ടുണ്ട്. പുളി പിഴിഞ്ഞത് ഒഴിച്ചു കൊടുത്ത് സാമ്പാർ മസാലയും ചേർത്ത് നന്നായിട്ട് തിളച്ച ശേഷം വാങ്ങി വെച്ചിട്ട് അത് വറുത്തിട്ടു.
പിന്നെ ഇതേ മക്കൾ സ്കൂളിൽ നിന്ന് വന്നു. അപ്പോൾ മോള് ഇവിടെ ലെമൺ റൈസാണ് ഞാൻ രാവിലെ ഉണ്ടാക്കിയിട്ടുണ്ടായത്. അത് തന്നെ മതി എന്ന് പറഞ്ഞാൽ ആ ടിഫിൻ ബോക്സിൽ കൊണ്ടുപോയതൊക്കെ കഴിച്ചു. എന്നിട്ട് പിന്നെ വന്നിട്ടും 1-2 പ്രാവശ്യമായിട്ട് ലെമൺ റൈസ് തന്നെ കഴിച്ചത്. ചില കാര്യങ്ങൾ തന്നെ വിജേഷിൻ്റെ സ്വഭാവമാണ് കേട്ടോ. വിജേഷിന് ഭയങ്കര ഇഷ്ടമാണ് ലെമൺ റൈസ്. അതേപോലെ തന്നെയാണ് ഇവള്. മോളുടെയും ഫേവറേറ്റ് ആണ് കേട്ടോ ലെമൺ റൈസ്. അപ്പം മോന് കൊടുക്കാൻ വേണ്ടി എല്ലാം ഞാൻ വിളമ്പി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഞങ്ങളുടെ ഉച്ചക്കലത്തെ ലഞ്ചിൻ്റെ വിഭവങ്ങളും വിശേഷങ്ങളും. അപ്പോൾ അത്രയൊക്കെയുള്ളൂ ഇന്നത്തെ വീഡിയോ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. സീ യു നെക്സ്റ്റ് വീഡിയോ. ടിൽ ദെൻ ടേക്ക് കെയർ. ബൈ ബൈ.